എന്താ 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 കീറി പറഞ്ഞ പേപ്പറൊക്കെ. അപ്പൊ ഇതിനധികം വില കിട്ടില്ല. ഫുള്ള് കാക്കൊണ്ടെന്ന് ഇട്ടാ ഇരുമ്പ് കൊണ്ട് കൈമുറിയാൻ ചാൻസ് ഉണ്ട്. അപ്പൊ പട്ടത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ കിടക്കണ് ഗൈസ്. ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചാനലിൽ ചെയ്തൊരു സെക്കൻഡ് ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയ വീഡിയോ നമ്മൾ പിന്നെയും ചെയ്യാൻ പോണത്. ഞാനവിടെ നോക്കിയപ്പോൾ കുറച്ചുകൂടി പേപ്പർ സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നത്, പിന്നെ കുറച്ച് ഇരുമ്പ് കൊണ്ട് കൊടുക്കാൻ. അപ്പോൾ അത് നമ്മൾ കൊണ്ടേ കൊടുത്തിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കിലോനൊക്കെ എത്ര വിലയെന്ന് നമ്മൾ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ അതും പറയണമായിരിക്കും. ചോദിച്ചപ്പോൾ കുറേ പേര് ചോദിച്ചായിരുന്നു എന്താ വീഡിയോ ഒക്കെ ഇട്ടിരുന്ന കുറഞ്ഞല്ല എന്നൊക്കെ ചോദിച്ചു. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ IELTS പഠിക്കാനായിട്ട് ഒരു മാസം ചേർന്നായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് വന്ന് വൈകുന്നേരം ആകുമ്പോൾ വന്ന് വീഡിയോ എടുക്കാമായിരുന്നു. പിന്നെ ടയേർഡായിരിക്കും. അതെല്ലാം കൂടി എനിക്ക് വീഡിയോ എടുക്കാനുള്ള ടൈം കിട്ടണില്ലായിരുന്നു. ശ്രമിച്ചാൽ പറ്റുമായിരുന്നു. എനിക്ക് ചെറുതായിട്ട് വീഡിയോ എടുക്കാനുള്ള ആഗ്രഹം. പിന്നെ അത് കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ IELTS എക്സാമിനൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ആലോചിച്ചായിരുന്നു അവിടെ നിന്നും എടുക്കാൻ. ഞാൻ അവിടുത്തെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ എനിക്കൊരു ഉള്ളിൽ നിന്നൊരു ഇത് വന്നില്ല ഗൈസ് എടുക്കാനായിട്ട്. ഞാൻ IELTSൻ്റെ എക്സാം എഴുതാൻ പോകണം, എല്ലാം എടുക്കാമെന്ന് വെച്ച് പ്ലാൻ ചെയ്തത്. പക്ഷേ പിന്നെ ഞാനത് വിട്ടു. അതൊക്കെ കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാമെന്ന് വെച്ചു ഗൈസ്. അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ ഹൈ ആയിട്ട് നിൽക്കുന്ന വീഡിയോ എന്ന് വെച്ചാൽ കുക്കുവിൻ്റെ വീഡിയോ കേട്ടോ ഗൈസ്. അതിപ്പോൾ 500 മുകളിലെ വ്യൂസ് പോയിട്ടുണ്ട്. ഞാനിപ്പോൾ കുക്കുവിനെ എനിക്ക് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. കുക്കു കുക്കു എന്താ 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 കുക്കു 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 ഉമ്മ 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 ഉമ്മ. അപ്പോൾ ഗൈസ് കുക്കു കൂടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. കുക്കു എല്ലായിടത്തും ഹായ് പറഞ്ഞേ. അപ്പോൾ ഗൈസ് നമുക്ക് വേറെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ കൊടുക്കാനുള്ള സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് പേപ്പർ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കുറേ എന്താ പറയുക, നമ്മൾ കടയിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നിട്ട് കിട്ടുന്ന പേപ്പർ, അങ്ങനെ കീറി പറഞ്ഞ പേപ്പറൊക്കെ. അപ്പോൾ ഇതിനധികം വില കിട്ടില്ല. പക്ഷെ ഇത് ഏറ്റവും പാടെന്ന് വെച്ചാൽ അടുക്കി വെക്കല ചടങ്ങ്. ഇവിടെയും കുറേ ഇരിക്കുന്നുണ്ട് കണ്ടോ ഗൈസ്. പിന്നെ ഇവിടെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇത് അവിടെയും കുറച്ച് ഇതൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. നമ്മുടെ സ്റ്റോർ റൂം പോലത്തെ ഒരു ഏരിയയാണ്. എല്ലാം കൂടെ വലിച്ചു പറയുന്ന സ്ഥലമാണ്. അപ്പോൾ ഇത് ഇവിടെ നിന്ന് ക്ലിയർ ആക്കണം ഫുള്ള്. കൊടുക്കാനുള്ള ഇരുമ്പ് സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ഇതും പിന്നെ ഈ കവറിലുള്ളതാണ് ഗൈസ്. പിന്നെ പ്ലാസ്റ്റിക് കുറച്ച് ഇരിക്കണ്ടായിരുന്നു ഗൈസ്. നിങ്ങളിത് പറഞ്ഞ് വിശ്വസിക്കുമോ എന്നറിയില്ല. ഈ കവറിലിരിക്കുന്ന സാധനങ്ങളുണ്ടോ, ഇത് ഫുള്ളും ഇതിനകത്തുള്ള കമ്പി, ഇത് ഈ സാധനമൊക്കെ ഉണ്ടോ, ഈ ഗ്രില്ല്, ഇത് ഫുള്ള് കാക്കൊണ്ടെന്ന് ഇട്ടാ. നിങ്ങൾ വിശ്വസിക്കുമെന്നറിയില്ല. നോക്കി കിറ്റ് ഫുള്ള് കാക്കത് ഇത് ഇവിടെ ഇട്ട് ഈ മരത്തിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഇവിടെ ഇട്ട് കൊണ്ടുവന്നിടും. ഇത് ഇവിടെ കിടക്കുന്നുണ്ടാവും ഗൈസ്. എൻ്റെ അമ്മ ഫുള്ള് പെറുക്കി വെച്ചത്. ഇത്ര സാധനങ്ങൾ നമുക്ക് ഇരുമ്പിൻ്റെ കിട്ടിയേക്കണ കാക്കൊണ്ടെന്നിട്ട് ഗൈസ്. ഇതിനകത്ത് കുറച്ച് വെള്ളം കിടക്കണ്ട, ഞാൻ കളയണില്ല. കുറച്ച് വെയിറ്റ് കൂടണമെങ്കിൽ കൂടട്ടെ. ഗൈസ് ഈ സാധനം ഫുള്ള് കാക്കോണെന്ന് ഇട്ടാട്ടെ. ഇതൊക്കെ എവിടെ നിന്നോ അടിച്ചു മാറ്റിക്കൊണ്ടൊന്ന് കാക്കോണെന്ന് കൂടെ ഉണ്ടാക്കാൻ എന്തിനും കൊണ്ടുവന്ന് എടുത്തിട്ടാ ഗൈസ്. ഇതൊക്കെ നോക്ക്, പുതിയ സാധനമായിരുന്നു. ഇപ്പം ഇരുന്ന് തുരുമ്പ് പിടിച്ചു പോയത്. ഗൈസ് പ്ലാസ്റ്റിക്കും ഇരുമ്പ് സാധനങ്ങളൊക്കെ ഫുള്ള് എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുമ്പോൾ സൂക്ഷിക്കണം. കാരണം ഇരുമ്പ് കൊണ്ട് കൈമുറിയാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ സൂക്ഷിച്ചെടുക്കണം. ഇത് ഫുള്ള് തുരുമ്പ് പിടിച്ചിരിക്കണം. ഞാനെല്ലാം സൂക്ഷിച്ച് ചെയ്തേക്കണം ഗൈസ്. കണ്ടില്ലേ, കയ്യില് തുരുമ്പും അഴുക്കൊക്കെ ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇങ്ങനത്തെ എന്തെങ്കിലും ശ്രദ്ധിച്ച് ചെയ്യുക ഗൈസ്. ഗൈസ് ഇനി ഇത്രയും സാധനങ്ങൾ അടുക്കി ശരിയാക്കണം. നല്ല ക്ഷമ വേണം. അപ്പൊ നമുക്കിനി നേരെ ഇതൊക്കെ അടുക്കി ശരിയാക്കാം ഗൈസ്. ഗൈസ് ഇത് കണ്ടത് പണ്ടെപ്പോഴോ സെക്കൻഡ് സ്റ്റാൻഡേർഡോ ഫോർത്ത് സ്റ്റാൻഡേർഡിൽ എന്തോ ക്ലാസ്സിലൊരു വർക്ക് എക്സ്പീരിയൻസിൽ ഇങ്ങനെ ചെയ്യാണ്ടായിരുന്നു. ആ സമയത്ത് ചെയ്തു വെച്ചാ ഇങ്ങനെ കണ്ടോ ഗൈസ്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ആ സമയത്ത് ഇങ്ങനെ മടക്കി 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 ചെയ്തു വെച്ചാ ഗൈസ്. കണ്ടോ നമ്മൾ ഈ പഴയ സാധനങ്ങളൊക്കെ എടുത്തും പേപ്പർ സെപ്പറേറ്റ് ആയിട്ട് വെക്കണം. കാരണം പേപ്പറിന് പൈസ എന്തോ കൂടുതലാണ് ഗൈസ്. അപ്പോൾ നമ്മൾ പേപ്പറും ഇതേപോലത്തെ ബുക്സ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ഗൈസ്.
പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ വീട്ടിൽ നോക്കിയാൽ ഇതുപോലെ പേപ്പറും സാധനങ്ങളൊക്കെ കുറേ ഇരിക്കുന്നുണ്ടാവും. ലൈക്ക് വീണ്ടും ഓരോ ഭാഗത്ത് ഇങ്ങനെ പ്ലാസ്റ്റിക് ആവശ്യമില്ലാത്തൊക്കെ ആയിട്ട് നിങ്ങൾ വെറുതെ ഇങ്ങനെ ഇരുന്ന് ഫോൺ നോക്കി സമയം കളയുന്ന സമയത്ത് ഇതേപോലെ ചെയ്ത് നിങ്ങൾക്ക് കുറച്ച് പൈസ കയ്യിൽ കിട്ടും, പക്ഷെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. അപ്പം ഇങ്ങനെ വെറുതെ ഇരുന്ന് സമയം കളയാണ്ട് ഫോണിനൊക്കെ അഡിക്റ്റഡ് ആയിട്ട് നിൽക്കാണ്ട് കുറച്ച് പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്കുക. എനിക്കറിയാം നിങ്ങൾ ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കണ്ടിട്ട് അതിലൊരു മോട്ടിവേഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങളും ചെയ്യണം കേട്ടോ. ഗൈസ്, ഇതിനെടുക്കുന്ന സമയത്ത് പപ്പായത് സെയിലർമാൻ്റെ കളറിങ് ബുക്കൊക്കെ കിട്ടി ഗൈസ്. പണ്ട് ഞാനിതൊക്കെ കളർ ചെയ്തുകൊണ്ടിരുന്നതാണ്. കണ്ടില്ലേ, എനിക്ക് ഓർമ്മയില്ല, ഇനി എൻ്റെ അനിയൻ ചെയ്താണെന്ന് അറിയില്ല. കണ്ടില്ലേ ഗൈസ്, ബ്ലൂട്ടോ മാൻ. ഈ പെണ്ണിനൊക്കെ ഓർമ്മയുണ്ട്, പപ്പായത് സെയിലർമാൻ കണ്ടവർക്കൊക്കെ ഇതിൽ ഓർമ്മയുണ്ടാവും ഗൈസ്. പപ്പായ നിൽക്കണേ, പപ്പായൻ്റെ ഫോർ ആംസ് ഒക്കെ കണ്ടില്ലേ, എന്ത് സൈസാണെന്നറിയോ ഗൈസ്. അപ്പോൾ ഇതൊക്കെ ഇനി മെമ്മറീസ് നമ്മൾ കളയുക ഗൈസ്. ഗൈസ്, അങ്ങനെ ഇഷ്ടം പോലെ ബുക്കുകളുണ്ട് നമ്മൾ പണ്ടത്തെ ഓരോരോ ബുക്സ്, സ്റ്റോറി ബുക്സും അതുപോലെ കളിക്കുടി നമ്മൾ ഇനി എടുത്തു വെച്ചിട്ട് കാര്യമില്ല ഗൈസ്. അപ്പോൾ എല്ലാം നമ്മൾ കളയുക. ഗൈസ്, ഇത് കുറേ പണിയുണ്ട്, എല്ലാം കൂടി നല്ലോണം കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുക ഗൈസ്. ഞാനിപ്പോൾ പേപ്പറൂടെ അടുക്കി വെക്കുന്നുണ്ട്, ബാക്കി ബുക്കും കാർഡ്ബോർഡ് ലീസൈലുണ്ട്. അടുത്ത് നമുക്ക് അത് അസംബിൾ ചെയ്യണം ഗൈസ്. ഗൈസ്, എങ്ങനെ ഇരുന്നിരുന്നിരുന്ന് ഈ സൈഡ് നടുവേന എടുക്കണ്. അയ്യോ ഗൈസ്, ഞാൻ മടുത്തു. ഗൈസ്, ഞാനിപ്പോൾ ഫോണിൽ നോക്കിയപ്പോൾ 18 മിനിറ്റ് കൂടി റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് മുമ്പ് വേഗം എല്ലാം ശരിയാക്കണം, കാരണം ഫോണിലെ സ്റ്റോറേജ് ഇതായിക്കുക. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്യാം ഗൈസ്. ഗൈസ്, കഴിഞ്ഞ സമ്മറിൽ ഉണ്ടാക്കിയ പട്ടത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കിടക്കണം ഗൈസ്, കണ്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് യേശുവിൻ്റെ ഒരു അതിപുരാണമായ പെയിൻറ്റിങ് പോലത്തെ, പെയിൻറ്റിങ് അല്ല, ഒരു പ്രിൻ്റ് പോലത്തെ സാധനം കിട്ടി ഗൈസ്. കണ്ടോ, വേറെ ഭാഷയല്ല, ഇംഗ്ലീഷിൽ തന്നെ എഴുതിയേക്കണം. കണ്ടോ ഗൈസ്. ഗൈസ്, ഞാൻ ആ സൈഡ് അടുക്കി വെച്ചുകൊണ്ട് നമുക്ക് ഈ സൈഡിൽ കുറേ പ്ലാസ്റ്റിക് സാധനങ്ങൾ പിന്നെയും കൊണ്ടൊന്ന് ഇട്ടായിരുന്നു. അത് നിങ്ങൾ കാണാണ്ടിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ബുക്കും കൂടി അടുക്കി വെച്ചിട്ട് ബാക്കി പ്ലാസ്റ്റിക് അടുക്കി വെച്ചിട്ട് കൊടുക്കാൻ പോകാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ പേപ്പർ ഈ സാധനങ്ങളൊക്കെ കെട്ടിയിട്ട് കൊടുക്കാൻ പോകണം. അപ്പോൾ അങ്ങനെ കെട്ടാൻ പോകണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ കയറെടുത്ത് ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇങ്ങനെ വെക്കും, സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഇടും ഗൈസ്. എന്നിട്ട് ഇത് നേരെ എടുത്ത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കും. എന്നിട്ട് ഷോ അടിക്കാൻ പോയിട്ട് എല്ലാം കൂടി മറിഞ്ഞ് കെട്ടി വിടാം ഗൈസ്. ഒരു കെട്ട് അതിൻ്റെ മുകളിൽ കൂടി ടൈറ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഗൈസ്. ഇങ്ങനെ
ഇപ്പൊ നമ്മൾ ഒരു കെട്ട് ഇങ്ങനെ കെട്ടിയേക്കണേ, ഞാൻ ഒരു കെട്ട് ഓപ്പോസിറ്റും കെട്ടാം. അപ്പൊ ഈ സൈഡിൽ കൂടി സാധനങ്ങൾ പുറത്തേക്ക് വരാണ്ടിരിക്കാനായിട്ട്. അപ്പൊ ഇത് കെട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ഞാൻ കൂടെ മാറ്റി വെക്കാം. നമ്മൾ ഇത്രയും സാധനങ്ങൾ കെട്ടിയടുക്കി വെച്ചിട്ടുണ്ട്. ഇനി ആ ഇരുമ്പും പ്ലാസ്റ്റിക്കും കൂടി ഉള്ളൂ. ബുക്കും പേപ്പറൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത്രയും പ്ലാസ്റ്റിക്കും ഇരുമ്പൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഞാനത് അടുക്കി വെച്ചിട്ട് ബാക്കി റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം. കാരണം ഇപ്പം ഇനി 2 മിനിറ്റും കൂടി റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ ഗൈസ്. ഫോണിലെ സ്റ്റോറേജ് തീർന്നു. അപ്പോഴത്തേക്കും അതും കൂടി എടുത്ത് വെച്ചിട്ട് ബാക്കി കൊണ്ടുപോയി കൊടുക്കണവും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ ഗൈസ്. അപ്പോൾ എല്ലാം കൂടി ഇത്രയാണുള്ളത്. ഇത് പേപ്പർ, ഇത് കാർഡ്ബോർഡ്, ഇത് കുറച്ച് സ്പ്രേൻ്റെ ഉണ്ട്. ഇതിപ്പോൾ അലൂമിനിയത്തിൻ്റെ പൈസ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുമോയെന്ന് അറിയില്ല. പിന്നെ ഇത് പ്ലാസ്റ്റിക്, ഇതൊരു പ്ലാസ്റ്റിക് ഇരിക്കുന്നത്. പിന്നെ ബാക്കി ഫുൾ ഇരുമ്പാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ ഈ അപ്പേട്ട് ഈ സ്കൂട്ടറിലായിരിക്കും കൊണ്ടുപോയി കൊടുക്കാൻ പോണത്. അത്രയും സാധനം ഒറ്റ ട്രിപ്പിൽ കൊണ്ടുപോകാൻ പറ്റുമോ നോക്കണം. ഫ്രണ്ടിലും സൈഡിലും ബാക്കിലൊക്കെ പിടിച്ചുകൊണ്ട് നോക്കണം ഗൈസ്. പിന്നെ മെമ്മറീൻ്റെ കാര്യം റെഡിയാക്കിയിട്ടാണ് ഞാൻ SD കാർഡിലേക്ക് ഇപ്പോൾ റെക്കോർഡ് ചെയ്ത വീഡിയോസ് മാറ്റി. ഇപ്പോൾ റെക്കോർഡ് ചെയ്ത വീഡിയോസ് മാത്രം 7.4 GB ഒന്നും ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ കൊണ്ടുപോയി കൊടുക്കാം ഗൈസ്. നമ്മൾ പേപ്പറും സാധനങ്ങളൊക്കെ ഫ്രണ്ടിൽ അടുക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി ഈ ചാക്ക് ഞാൻ 2 സൈഡിലായിട്ട് പിടിക്കണമായിരിക്കും. പിന്നെ ചെറിയൊരു കവർ സ്പ്രേൻ്റെ ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട് ഗൈസ്. ഇത് കാർഡ്ബോർഡ് അങ്ങനത്തെ പേപ്പറൊക്കെ ഉണ്ടേ ഗൈസ്. ന്യൂസ് പേപ്പർ മാത്രം 7,300 ഉണ്ട്. കാർഡ്ബോർഡ് എത്ര കിലോ ഉണ്ടായിരുന്നു? 6,650. ഓക്കെ. സ്പ്രേ എത്രയാണ്? അല്ലേ? അലുവിൻ്റെ പാത്രം എങ്ങനെയാ? അലുവിൻ്റെ പാത്രം 130. ചേട്ടാ ന്യൂസ് പേപ്പറിന് എത്ര കിലോ ആണ്? ന്യൂസ് പേപ്പർ 16 കിലോ. കാർഡ്ബോർഡൊക്കെ? കാർഡ്ബോർഡ് 8 രൂപ. പ്ലാസ്റ്റിക്കാ? പ്ലാസ്റ്റിക് 12 രൂപ. ഇരുമ്പ് MS ഇത് മിക്സ് ആണ് അല്ലേ? തുരുമ്പ് 15 രൂപ. 18. ഓക്കെ. ഗൈസ് നമ്മൾ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ചാക്കൊക്കെ തിരിച്ചു മേടിച്ച് ഗൈസ്. ഞാൻ പോണതിന് മുമ്പ് ടീഷർട്ട് മാറ്റിയിട്ട് ഷർട്ട് ഇട്ടായിരുന്നു. കാരണം വെയിലായതുകൊണ്ട് കൈയൊക്കെ ഇറക്കണം എന്ന് വെച്ചിട്ടാ ഗൈസ്. അപ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 360 രൂപ കിട്ടിയ ഗൈസ്. കണ്ടില്ലേ? കഴിഞ്ഞ പ്രാവശ്യത്തേനെക്കാട്ടും ഇച്ചിരി കുറവ് കിട്ടി. കാരണം സാധനങ്ങൾ കുറവായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തേനെക്കാട്ടും. പക്ഷെ എന്നാലും അത്രയും സാധനങ്ങൾക്ക് ഇത്ര പൈസ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ലാഭമാണ്. കാരണം നമ്മൾ വേസ്റ്റ് കളയണ സാധനങ്ങൾക്ക് അത്രയും പൈസ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അപ്പോൾ ഗൈസ് നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ സാധനം ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കൊണ്ടുപോയി കൊടുത്ത് ഇതുപോലെ പൈസ ഉണ്ടാക്കാൻ നോക്കുക ഗൈസ്. വെറുതെ ഇരുന്ന് കളയണ സമയത്ത് അതല്ലേ നല്ലത്. അപ്പോൾ ഗൈസ് ഇതുവരെ വീഡിയോ കൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു ഗൈസ്. അപ്പോൾ ഇനി ഇതുപോലത്തെ കണ്ടന്റ് കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഗൈസ് ഇനി അടുത്ത വീഡിയോയിൽ കാണുവരെ ബൈ ഗൈസ്. ഗൈസ് ഇത്രയും സാധനങ്ങൾ വേണ്ടെന്ന്. ഇതൊക്കെ ഇനി എന്ത് പഠിക്കാനാ അക്ഷരമാല? ഒരു സെക്കൻഡ് കയ്യൊന്നും പറ്റേ.